എൻ്റെ പേര് വേണുഗോപാൽ. ഞാനിപ്പോൾ കമ്പനിയുടെ കാര്യങ്ങളിൽ മെയിനായിട്ട് നോക്കുന്ന വണ്ടികളുടെ കാര്യമാണ്. വണ്ടിയുടെ മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം മറ്റുള്ള എന്ത് പ്രശ്നം ഉണ്ടായെങ്കിലും ഞാൻ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തൽക്കാലം വേറെ ഒന്നുമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്നത് വിപിനാണ്. എൻ്റെ പേര് ജെയ്സി എന്നാണ്. ഞാൻ വിപിൻ്റെ വൈഫാണ്. ബൈ പ്രൊഫഷൻ ഐ എം ടീച്ചറായിരുന്നു. ഒരു 15 years ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം എനിക്ക് പൊതുവെ ആളുകളുടെ മനസ്സ് അവർ സംസാരിക്കുന്നത് കേൾക്കാനും ലിസണിങ് വളരെ ഇഷ്ടമാണ്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് അതിനുശേഷം ഞാൻ സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ് എടുത്തു. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് ഒരു ലവ് മാരേജ് ആയിരുന്നു. ഇറ്റ്സ് ആൻ ഇൻ്റർകാസ്റ്റ് മാരേജ് ടു. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് വിപിൻ ഇവിടെ ഫാമിലിയിൽ എല്ലാവരും തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഇവരുടെ രീതികൾ, അതായത് ഇവരെല്ലാവരും വളരെ പങ്ക്ച്വലാണ്. നമ്മളൊന്ന് പുറത്തേക്ക് പോകണം എന്ന് ചിന്തിച്ചാൽ ഇവർക്ക് 9 o'clock എന്ന് പറഞ്ഞാൽ 9 o'clock ആണ്. എന്നെല്ലാം സംബന്ധിച്ചിട്ട് ആദ്യമെല്ലാം അതൊരു 9 o'clock ഡ്രസ്സ് ചെയ്ത് വരണം എന്ന് പറഞ്ഞാൽ ഒരു 9:30, 9:45 ആകുമായിരുന്നു. പിന്നീട് ഇവരുടെ ചിട്ടകളിലേക്ക് നമ്മൾ വന്നു, ഇവരുടെ രീതികളിലേക്ക് വന്നു. കാരണം ഓരോ കാര്യങ്ങളിലുള്ള ഇവരുടെ ഡെഡിക്കേഷൻ അത് നമുക്ക് പറയാതിരിക്കാതെ വയ്യ. അവരുടെ പങ്ക്ച്വാലിറ്റി എല്ലാം തന്നെ വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. അപ്പം നമ്മളും സ്വാഭാവികമായിട്ട് ആ രീതികളിലേക്ക് വന്നു. പിന്നീട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളത് കൊണ്ടും പിന്നെ അതുപോലെ തന്നെ ഞാൻ വളരെ പാഷനേറ്റാണ് കുക്കിങ്ങിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഫോറിൻ പീപ്പിൾ നമ്മുടെ വീട്ടിൽ വരും. ഞാൻ അവർക്ക് വേണ്ടി കുക്കിംഗ് സെഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണം. കുക്കിംഗ് മാത്രമല്ല, നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, നമ്മൾ അവർക്ക് വേണ്ടി ഒരുക്കുന്ന രീതികൾ, ഇതെല്ലാം വളരെ ആസ്വദിച്ച് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അത് നമ്മളുടെ കുട്ടികൾക്കാണെങ്കിൽ പോലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ കൾച്ചർ പഠിക്കാനും എല്ലാം വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ അത് വളരെ ആസ്വദിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ വിപിൻ തുടക്കത്തിലെല്ലാം കൂടുതൽ ഈ ഇൻബോൺ ടൂൾസാണ് കൂടുതൽ ഇവർ ചെയ്യുന്നത്. പിന്നെ നമ്മൾക്കുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ലാർജ് കോച്ച് മറ്റ് വണ്ടികളും എല്ലാമാണുള്ളത്. അപ്പോൾ വണ്ടിയിലായിരുന്നു കൂടുതൽ ടൂൾസും പ്ലസ് വണ്ടികളിലായിരുന്നു ശ്രദ്ധ. പിന്നീടാണ് വിപിൻ ബോട്ടിങ്, അതായത് ഹൗസ് ബോട്ടിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ എനിക്ക് വിപിൻ്റെ ആ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ വിപിൻ ആ ഒരു ബോട്ട് ബിൽഡ് ചെയ്യുന്ന രീതിയെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ച് തന്നെ അറിയാത്തൊരു വ്യക്തി ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ എടുത്ത ഈച്ച് ആൻഡ് എവറിത്തിങ്, ആ വിപിൻ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന പുതിയ ബോട്ടിൻ്റെ ഈച്ച് ആൻഡ് എവറി അത് ഭയങ്കര ജീവനുള്ളത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയ്ക്കും ഭംഗിയായിട്ടാണ് ആ ഒരു ബോട്ട് പോലും ചെയ്തിരിക്കുന്നത്. അതിലെല്ലാം വിപിൻ്റെ ശ്വാസമുണ്ടെന്നുള്ള രീതിയിലാണ് ആ ബോട്ട്, ഒരു ഹൗസ് ബോട്ടിൻ്റെ നിർമ്മാണത്തിൽ പോലും വിപിൻ എടുത്തിരിക്കുന്ന എഫേർട്ട്. അപ്പോൾ വിപിൻ വളരെ ഡെഡിക്കേറ്റഡ് ആണ്, വളരെ പങ്ക്ച്വലാണ്. ആസ് എ വൈഫ് എന്നുള്ള രീതിയിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുകയാണ് വിപിൻ്റെ ഓരോ പ്രവൃത്തിയിലും. ഹായ്, നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് എംബറർ എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ വിപിൻ കുമാറിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് വിപിനോട് ചോദിച്ചറിയാം. ഹായ് വിപിൻ. നമ്മുടെ ഈ ട്രാവൽ ആൻഡ് ടൂറിസം അല്ലേ, എവിടെയാണ് ശരിക്കും ഇത്? ഓഫീസ് എവിടെയായിട്ടാണ്? ഞങ്ങളിപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പള്ളുരുത്തിയിലാണ്. ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു 1.5 kilometers തോമ്പടിയിൽ നിന്ന് വരുന്ന ഒരു ഭാഗത്താണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ പേരെന്താണ്? ഇറ്റ്സ് എംബറർ ടൂർസ് ആൻഡ് ക്രൂയിസസ്. എംബറർ ടൂർസ് ആൻഡ് ക്രൂയിസസ്. ഈ എംബറർ എന്നുള്ള ഒരു പേര് വരാൻ കാരണം വേറെ ഒന്നുമല്ല. പണ്ട് ബ്രിഡീരിക്ക് നമ്മളിങ്ങനെ പലപ്പോഴായിട്ട് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇടക്കിയ ഒരു പേരാണത്. പക്ഷേ എംബറർ എന്നുള്ള പേര് പെട്ടെന്ന് നമ്മൾ അന്നേരം നമ്മുടെ ഒരു കാഴ്ചപ്പാട് ആ ഒരു വലിയൊരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ അത് സ്ട്രൈക്ക് ചെയ്തത്. അതങ്ങനെ മനസ്സിൽ കിടന്നു. കുറച്ച് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നതും അത് തന്നെയായിരുന്നു, ആ പേരായിരുന്നു. അതെ അതെ അതെ. ഈ ഒരു ഫീൽഡിലേക്ക് വിപിൻ എങ്ങനെയാണ് അത് ആ ഒരു ജേണി എന്ന് പറയുന്നത് വളരെ കാരണം ഫാദർ ഈ ഫീൽഡിലായിരുന്നു. ഒരു 86 തുടങ്ങിയിട്ട് 85-86 തുടങ്ങിയ പുള്ളി ഇവിടെ ഒരു മേജർ ട്രാവൽ കമ്പനി ചണക്യ ഗ്രൂപ്പ് ട്രാവൽസ് പറയുന്ന ട്രാവൽ കമ്പനിയുടെ ഡ്രൈവറായിരുന്നു.
അപ്പോൾ പുള്ളിയുടെ ഒരു പാത്ത് പിന്തുടർന്നാണ് അങ്ങനെ വന്നെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എത്തിപ്പെട്ടു കഴിഞ്ഞപ്പോൾ കുറേ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജോലിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ദിസ് ഈസ് അവർ ബ്രെഡ് ആൻഡ് ബട്ടർ എന്നുള്ളത്. അപ്പോൾ തോന്നി ഓക്കെ ഫാദറിൻ്റെ ആ ഒരു പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ ഉപകാരത്തിൽ വരുന്നുണ്ട്. എക്സാക്ട്ലി, അതെ 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 അതെ. അപ്പോൾ ശരിക്കും നമ്മൾ ഫാദറായിട്ട് തരുമ്പോൾ വേറൊരു സ്ഥാപനത്തിൽ പോയിട്ട് നമ്മൾ ഒരു ഇങ്ങനെ പഠിക്കുമ്പോൾ എക്സാക്ട്ലി എക്സാക്ട്ലി അതെ അതെ. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കോച്ചിങ് തരുമ്പോൾ അത് പഠിപ്പിച്ചതല്ല കേട്ടോ. അത് വീട്ടിൽ വന്ന് ഇപ്പോൾ ഫാദറായിട്ട് വരുന്നത് ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതലായിട്ട് എനിക്കിപ്പോൾ എടുത്തു പറയാൻ പറ്റുന്നത് പുള്ളിയുടെ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അപ്പോൾ ആ ടൈമിംഗ് കാലക്രമേണ എന്നിലേക്ക് വന്നു എന്നുള്ളതാണ്. ആ ഒരു ടൈമിംഗ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ബിഫോർ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ആ ഒരു കൈൻഡ് ഓഫ് ടൈമിംഗ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിംഗ് കറക്റ്റ് ചെയ്താൽ മാത്രമേ ഒരു ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഫ്ലൈറ്റിന് എത്രയും മുമ്പേ നമ്മളവിടെ എത്തിയിരിക്കണം, ഹോട്ടലിൽ എത്തിയിരിക്കണം. ആ കൈൻഡ് ഓഫ് ടൈമിംഗ് ആണ് ഒരു ഏറ്റവും കൂടുതൽ. അതെ 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 ഓഫ് കോഴ്സ് ഓഫ് കോഴ്സ് ഓഫ് കോഴ്സ്. എക്സാക്ട്ലി എക്സാക്ട്ലി അതെ അതെ. കാരണം വെച്ചാൽ നമ്മൾ ഈ പണ്ട് കുറേ കാലക്രമേണ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും പലരോട് സംസാരിക്കുമ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യം ടൈം ആണ് ഏറ്റവും പ്രധാനം. ടൈം കീപ്പ് ചെയ്യാനാണ് ഏറ്റവും വലിയ കാര്യം. ടൈം കീപ്പ് ചെയ്താൽ എന്താണ് ഇറ്റ്സ് മേക്സ് പ്ലാൻ പെർഫെക്റ്റ് എന്നുള്ള ഒരു സംഭവം വരാറുണ്ട്. എക്സാക്ട്ലി അതെ അതെ. പ്രത്യേകിച്ച് നമ്മൾ ഫോറിനേഴ്സായിട്ട് ഡീൽ ചെയ്യും. നമുക്ക് ഒരു കാരണവശാലും ഒരു 10 മിനിറ്റ് സ്പെയർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ താമസിച്ചു എന്ന് പറയാൻ പറ്റില്ല. അതെ അതെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം 9 o'clock ഈസ് 9 o'clock. നമ്മൾ പണ്ട് നമ്മളൊരു പ്രിഡിഗ്രിയൊക്കെ പഠിക്കുന്ന കാലത്ത് 9 എന്ന് പറയുന്നത് 9:30 ആണ് നമുക്ക് കേരളത്തിൽ. അല്ലാതെ പഠിച്ച് വളർന്നത് അങ്ങനെയാണല്ലോ നമ്മൾ. അതെ അതെ. അപ്പോൾ 9 എന്ന് പറയുന്നത് 9:30 പോകുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു നമ്മുടെ ഇടയിലുണ്ടായിരുന്നത്. അപ്പോൾ ആ കാഴ്ചപ്പാട് മാറ്റിയതും അതൊക്കെ എല്ലാം ഫാദറിൻ്റെ ഒരു ഫാദർ കാണിച്ച ഒരു ഇതിൽ നിന്നാണ്. പിന്നെ നമ്മൾ ഇപ്പം ടൂറിസം ആൻഡ് ട്രാവൽസ് അല്ലേ, അതെ, ഇതിനകത്തേക്ക് എന്തൊക്കെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യണത്? എന്തൊക്കെയാണ് ഞങ്ങൾ ബേസിക്കലി ഒരു ഇൻബൗണ്ട് ടൂറിസം ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ രീതിയിലുള്ള ടൂർ അറേഞ്ച്മെൻറ്റ്സും നമ്മൾ ചെയ്തു കൊടുക്കും. ഈതർ ഹോട്ടൽ ബുക്കിംഗ്സ്, ട്രാൻസ്പോർട്ടേഷൻ, ഡ്രൈവേഴ്സ്, ഹൗസ് ബോട്ട് ബുക്കിംഗ്സ്, എനി കൈൻഡ് ഓഫ് എന്താണ് നിങ്ങളുടെ റിക്വയർമെന്റ്. അതെ 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 എക്സാക്ട്ലി ഓഫ് കോഴ്സ് എല്ലാം. ഞങ്ങൾ കൂടുതലും ഈ ഒരു ജസ്റ്റ് ഒരു ടൂർസ് ആൻഡ് ട്രാവൽസിനുപരി ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ക്യൂറേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വൈഫ് കുക്കിംഗ് സെഷൻസ് ചെയ്യുന്നുണ്ട് വീട്ടിൽ. ഫോറിനേഴ്സിന് വേണ്ടിയിട്ട് കുക്കിംഗ് സെഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വീട്ടിലേക്ക് വരാനും നമ്മളൊരു കേരള സമൂഹമൊക്കെ ഫാമിലിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അതൊക്കെ ഒരു ക്യൂറേറ്റഡ് എക്സ്പീരിയൻസിൻ്റെ ഭാഗമാണ്. അതുപോലെ ട്രെക്കിങ്സ് ചെയ്യുന്നുണ്ട്. വയനാട്, മൂന്നാർ ഭാഗങ്ങളിൽ ട്രെക്കിങ്സ് ചെയ്യുന്നുണ്ട്. ഓവർനൈറ്റ് ട്രെക്കിങ്സ് ചെയ്യുന്നുണ്ട്. ക്യാമ്പിംഗ് ഫെസിലിറ്റീസ് ഉണ്ട് നമ്മളിൽ. അതുപോലെ സൈക്ലിംഗ് ടൂർസ്, ബട്ടർഫ്ലൈ ടൂർസ്, അങ്ങനെ വെറുതെ ഒരു ജസ്റ്റ് ഒരു ടൂർസ് ആൻഡ് ഇപ്പോൾ ഒരാൾ വന്നിട്ട് പെട്ടിയും ഇതൊക്കെ എടുത്തിട്ട് വന്നിട്ട് ചെയ്യണ പോലെ അല്ല. ഇറ്റ് ഹാസ് ടു ബി എന്താണ് ഒരു ബെസ്പോക്ക് ഐറ്റിനറി വേണം. ഇതെല്ലാം പഠിച്ചത് ഒരു ഇൻബൗണ്ട് ടൂർ കമ്പനി വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇതിനൊരു അടിസ്ഥാനമില്ലാണ്ടായി പോയാൽ. ഞാനൊരു 10 വർഷത്തിന് മേളിലെ ഒരു ഇൻബൗണ്ട് ടൂർ കമ്പനിയിലായിരുന്നു ഡൽഹിയിൽ. അപ്പോൾ അതിൻ്റെ അവരുടെ സൗത്ത് ഇന്ത്യൻ ഓപ്പറേഷൻസ് ആണ് ഞാൻ ചെയ്തിരുന്നത്. അവരുടെ സൗത്ത് ഇന്ത്യൻ ഓപ്പറേഷൻസ് ആയിരുന്നു. പക്ഷേ ഡൽഹി പോലുള്ള ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പോസർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ ഒരു എക്സ്പോസറാണ് ശരിക്കും കേരളത്തിൽ വന്നിട്ട് പോലും എനിക്ക് ഇപ്പോഴും പല ബന്ധങ്ങളും ഡൽഹിയിൽ നിന്നും നമുക്ക് ഒരു കണക്ഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഈ പല ഹോട്ടലിയേഴ്സും പണ്ടൊക്കെ ഹോട്ടലിയേഴ്സൊക്കെ വരുന്നത് ഡൽഹി വരുന്നത് വളരെ വിരളമായിട്ടായിരുന്നു. വന്നാൽ തന്നെ ഒരു മലയാളിനെ കാണുന്നത് വളരെ വിരളമായിരുന്നു, പ്രത്യേകിച്ച് ടൂറിസം ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ആ ബന്ധങ്ങൾ തന്നെയാണ് ഇപ്പോഴും കൂടെയുള്ളത്. ഇപ്പോഴുള്ള ബന്ധങ്ങൾ വളരെ കുറവാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. അതെ 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 അതെ. ഇപ്പം നമ്മളിപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ട്രാവലാണെങ്കിലും ടൂറിസത്തിലാണെങ്കിലും
നമുക്ക് ഹൗസ് ബോട്ട് ഉണ്ടല്ലോ അല്ലേ? അതെ അതെ. ഇപ്പോൾ ഈ കഴിഞ്ഞ കൊറോണ സമയത്താണ് ഞങ്ങൾ ഹൗസ് ബോട്ടിലേക്ക് എക്സ്പാൻഡ് ചെയ്തത്. അപ്പോൾ കൊറോണയുടെ ടൈമിൽ ഇഷ്ടംപോലെ സമയം, അപ്പോൾ പല വട്ടം പഠിക്കാൻ പറ്റി. അതെ അതെ. പിന്നെ നമ്മുടെ അസോസിയേറ്റ്സ്, ഇപ്പം കുമരകം ആലപ്പിയിൽ നമ്മുടെ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ അസോസിയേറ്റ്സ് ഇതിൻ്റെ സഹായത്തോടെ ഞങ്ങളൊരു 2 bedroom ഹൗസ് ബോട്ട് മേടിക്കുകയും ആ ഹൗസ് ബോട്ട് ഞങ്ങൾ റിവാമ്പ് ചെയ്തു, കംപ്ലീറ്റ് റിവാമ്പ് ചെയ്തു. അതാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹൗസ് ബോട്ടിൽ അതാണ് സ്റ്റാർട്ട് ചെയ്തത്. അതൊരു 2 bedroom പ്രീമിയം കാറ്റഗറി ഹൗസ് ബോട്ട്. അത് ഞങ്ങൾ എടുത്തിട്ടൊരു കുറച്ച് എമൗണ്ട് മുടക്കി ഞങ്ങളൊന്ന് റിവാമ്പ് ചെയ്തു, ഞങ്ങളുടേതായ രീതിയിലേക്ക് കൊണ്ടുവന്നു ആ സാധനം. അതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ ഹൗസ് ബോട്ട് മേഖലയിൽ ഏറ്റവും കൂടുതൽ കംപ്ലയിൻസ് വന്നിട്ടുണ്ടെന്ന് വെച്ചൊരു കാലമായിരുന്നു. ഇപ്പോഴും ഉണ്ട് കംപ്ലയിൻസ്. ആ ഒരു കംപ്ലയിൻസിൻ്റെ എത്രത്തോളം മാറ്റാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞങ്ങൾ ടൂർ റിപ്പോർട്ട്സ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ടൂർ റിപ്പോർട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ ഹൗസ് ബോട്ട് എടുത്തിട്ട് ആദ്യം ഒരു മേജർ റിവാമ്പ് നടത്തി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇപ്പോൾ ഒരു ഹൗസ് ബോട്ടിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ടൂറിസം ട്രാവൽസ് വണ്ടികളുണ്ട്, അങ്ങനെ ഡ്രൈവേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ എക്സ്പാൻഷൻ കഴിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് പഠിച്ചു. ടൂർ റിപ്പോർട്ട്സ് ഡെയിലി നമ്മൾ വളരെയധികം ക്ലോസ്ലി വാച്ച് ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും ഡെയിലി ക്ലോസ്ലി വാച്ച് ചെയ്യുമായിരുന്നു, എന്താണ് അവർക്ക് വേണ്ടത്. അങ്ങനെ രണ്ടാമത്തെ ഒരു റിനോവേഷനിലേക്ക് പോയി. അപ്പോൾ അതാണ് ഞാൻ പറയാം, ടൂർ റിപ്പോർട്ട്സ് ക്ലോസ്ലി വാച്ച് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ എൻ്റെ 25th ഇയർ ആണ് ഈ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ടൂർ റിപ്പോർട്ട്സ് കുറേ കണ്ട് ഈ ടൂർ റിപ്പോർട്ട്സിൻ്റെ ഗ്ലിച്ചസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എവിടെയാണ് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു മൈനോറിറ്റി എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ക്ലോസ്ലി വാച്ച് ചെയ്തിട്ടാണ് ഈ ഫസ്റ്റ് ഹൗസ് ബോട്ട് ഒരു എന്താ പറയുന്ന ഒരു പോസിറ്റീവ് വേയിലേക്ക് എത്തിച്ചത്. ഈ ഹൗസ് ബോട്ടിലേക്ക് ഇറങ്ങാനുള്ള കാരണം തന്നെ വേറൊന്നും കൊണ്ടല്ല, കുറേ കംപ്ലയിൻസ് വരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വണ്ടി എന്തിനാണ് എടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വണ്ടികളാകുമ്പോൾ ഫോർ എക്സാമ്പിൾ ഫാദർ എല്ലാ രീതിയിലും അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം, മാത്രമല്ല എക്സാമിൻ ചെയ്യും. രാവിലെ എണീറ്റിട്ട് അത് കറക്റ്റാണോ, ആ വണ്ടിയുടെ ക്ലീൻലിനെസ് കറക്റ്റാണോ, അല്ലെങ്കിൽ അത് അവരിട്ടിരിക്കുന്ന നീറ്റ് ആൻഡ് ക്ലീൻ ആണോ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ വേണം ഹൗസ് ബോട്ടും പോകാൻ എന്നുള്ളൊരു നിർബന്ധം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ അവിടുത്തെ ലേബേഴ്സ് എല്ലാവരും ഈ ഒരു മേഖലയിലാണെങ്കിൽ പോലും അവരെല്ലാം എഡ്യൂക്കേഷൻ ലെവലിൽ അവർ അത്രയ്ക്ക് ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടാവില്ല. പിന്നെ അത് കൂടാതെ അവരുടെ ഓണേഴ്സും ആ ലൈനിലാണ് അതിനെ കണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ ശ്രദ്ധിക്കാറില്ല. എക്സാക്ട്ലി ഈ സർവീസിൻ്റെ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ സർവീസ് ക്വാളിറ്റിയെ കുറിച്ചൊന്നും അവർ ബോധവടല്ല. അവർ ബോധവടല്ലാത്ത കാരണം അവരെയും പാമ്പർ ചെയ്യുന്നുണ്ടായിരുന്ന ആൾക്കാർ. എന്താണ് ടൂറിസം എന്ന് പറയുന്നത് ആദ്യം പഠിക്കണം. ടൂറിസം എന്താണെന്ന് പഠിച്ചാൽ മാത്രമേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 2 ടെറൈനിലും ജോലി ചെയ്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഞാൻ ഡൽഹിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്, കേരളത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹോം ടൗൺ ആയിട്ടുള്ള കേരളത്തിൽ ഉള്ളതുകൊണ്ട് എനിക്ക് കേരളം എന്താണെന്നറിയാം. ഡൽഹിയിലിരിക്കുന്ന ഒരു മാക്സിമം ആൾക്കാരും ഡെസ്റ്റിനേഷൻ കാണാതെ ആണ് മിക്കവരും സെല്ല് ചെയ്യുന്നത്. സോ ഡെസ്റ്റിനേഷൻ കാണാതെ സെല്ല് ചെയ്യുന്നതിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. അവനെ സംബന്ധിച്ചിടത്തോളം അത് തൊഴിലാണ്. ശരിക്കും ടൂറിസം എന്ന് പറയുന്ന സാധനം ഒരു ബിസിനസ് ആണെങ്കിൽ പോലും അതിനകത്തൊരു സർവീസ് ഓറിയൻറ്റേഷൻ ഉണ്ട്. ആ സർവീസ് ഓറിയൻറ്റേഷൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഫോർ എക്സാമ്പിൾ ഒരു അതിശോക്തി പറഞ്ഞതല്ല, ഇപ്പോഴത്തെ പുതിയ ബോട്ട് ഇറ്റ്സ് അബൌട്ട് 1.75 അടുത്ത് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പെൻസ്. അപ്പോൾ ഈ 1.75 CR നമ്മൾ മുടക്കുമ്പോൾ ഇതെപ്പോൾ തിരിച്ചു കിട്ടും? അപ്പോൾ ഒരു ബിസിനസ് ലൈനിൽ നിന്ന് ചിന്തിക്കുന്നവൻ നമ്മൾ നോക്കിയിട്ട് പറയും നിനക്ക് ഭ്രാന്താന്ന് പറയും. അല്ലേ? സത്യമായിട്ട് നമുക്ക് ഭ്രാന്ത. നമ്മൾ ഇത്രയും മുടക്കിയിട്ട് ഇതെപ്പോൾ വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക്. പക്ഷെ നമ്മളിപ്പോൾ പിടിച്ചു വയ്ക്കണമെന്ന് വെച്ചാൽ അത് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഫസ്റ്റ് എൻ്റെ തിങ്. വിശ്വാസമാണുള്ളതെല്ലാം. ഇപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് പോകുന്നു, ഇപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു ഫോറിനർ ട്രാവലിംഗ് എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. കാരണം ഇപ്പോൾ നമുക്കൊക്കെ 150 Mbps സ്പീഡിൽ ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ 2000 വർക്ക് ചെയ്യുമ്പോൾ 24 kbps സ്പീഡായിരുന്നു. അന്ന് ഒരു സൈറ്റ് തുറക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് അബൌട്ട് മോർ ദാൻ 5 or 10 minutes അപ്ഡേഷൻ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഇത്രയും സ്പീഡിലാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് കുറേയും കൂടിയൊക്കെ കാര്യങ്ങൾ ഗ്രഹിക്കാനും ഇത് ചെയ്യാനും പറ്റും. അപ്പോൾ അവർ ആ ടൈമിൽ പോലും 6 months to 1 year before they make the plans. ഞാൻ പോകുന്ന ഡെസ്റ്റിനേഷൻ ഇന്നതായിരിക്കണം, ആ ഡെസ്റ്റിനേഷനിൽ പോകുമ്പോൾ ആ ഹോട്ടൽ ഇങ്ങനെയായിരിക്കണം എന്ന് വളരെ കൃത്യമായ ഒരു പ്ലാനിങ് അവർക്കുണ്ടായിരുന്നു ഫോറിനേഴ്സിന്. നമ്മൾ പണ്ടെന്താ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചത്, ഒരു ഇന്നാളെ എനിക്ക് മൂന്നാർ പോകണം, ദെൻ വി പുട്ട് ഇറ്റ് ഇൻ ദ ബാഗ് ഓൾ ദിസ് തിങ് ആൻഡ് ജസ്റ്റ് എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു മണിക്കൂർ നമ്മൾ ഹോട്ടലിൽ കളയും, ഹോട്ടലിന് വേണ്ടി തിരച്ചിലാണ്. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ പോയി. അടുത്തത് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ചെന്നിട്ട് ആക്ടിവിറ്റീസിന് വേണ്ടി തരയും, നമ്മൾ അടുത്ത 1 മണിക്കൂർ പോയി. സോ ആ കൈൻഡ് ഓഫ് പ്രാക്ടീസിൽ നിന്ന് മാറിയിട്ട് എന്താണ് ട്രാവൽ ഇൻഡസ്ട്രി, എന്താണ് ട്രാവൽ എന്ന് പറയുന്നത്, എന്താണ് ടൂർ അല്ലെ എന്താണ് ഹോളിഡേ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളുടെ അതാ പറഞ്ഞത്. ഒരു വർഷത്തിന് മുമ്പേ അവര് ഹോളിഡേ ബുക്ക് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിട്ടുപോയി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എല്ലാവരും, ഇപ്പോൾ ഞാൻ കുറേയൊക്കെ ഓൺലൈനാണ് കുറേ വർക്ക് ചെയ്യുന്നത്. പണ്ട് ഓൺലൈൻ വർക്ക് ചെയ്യാത്ത കാലത്ത് നമ്മുടെ കയ്യിൽ ഫയൽസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫയൽസിൻ്റെ ഒക്കെ വണ്ണമെന്ന് പറയുന്നത് ഈ ഒരു കനത്തിലേക്ക് പോകും. കാരണം ഇതിന് കറസ്പോണ്ടൻസ് ചെയ്ത് പോകണത്. ഓരോ ദിവസവും ഇതിൻ്റെ അമെൻമെൻറ്റ്സും ചേഞ്ചസും ഓരോ കൺഫർമേഷൻസും ഇതെല്ലാം വന്നിട്ടാണ് ഈ ഫയൽ ഇത്രയും കട്ടിയാവുന്നത്. അപ്പോൾ ഇത്രയും ഫയൽ കട്ടിയാവുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ അത്രയും റിസർച്ച് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പം 25th ഇയർ ആണെങ്കിൽ പോലും ഞാനിപ്പോഴും ഒരു കുട്ടിയെ പോലെ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മുമ്പിൽ. ഇതിനകത്ത് നമ്മൾ ഏത് മേഖലയാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങൾ പഠിക്കാൻ. അതെ. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ അവരുടെ റിസർച്ച് ലെവൽ എന്ന് പറയുന്നത് വേറെ ലെവലിലായിട്ട് ചെയ്യുമ്പോൾ അവർ വരുന്നത്, അവരുടെ ചോദ്യങ്ങൾ അത്രയും ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പെട്ടെന്ന് നമുക്ക് പറ്റിയെന്നിരിക്കില്ല. സോ ദെൻ വി ഹാവ് ടു ലേൺ. ആ ലേണിംഗ് പ്രോസസ്സാണ് ടൂറിസ്റ്റ് ഇൻഡസ്ട്രിയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്, ഒരു പ്ലഷർ എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും മടിപ്പിക്കാത്ത ഒരു കാര്യം അതാണ്. അല്ല, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വിപിൻ ചെയ്യുന്നത് കാര്യങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓഫ് കോഴ്സ് 100%. എൻ്റെ അടുത്ത് ഫസ്റ്റ് സംസാരിച്ചപ്പോഴും വിപിൻ പറഞ്ഞതാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മള് ടൈമിന്റെ കാര്യത്തില് ഓഫ് കോഴ്സ് നോ അതെ, അതിനകത്ത് ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചകളുമില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും. എക്സാക്ട്ലി. അതെ. ഈവൻ ഒരു രസം എന്ന് പറയുന്നത്, എൻ്റെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ വൈഫ് ഈ പറയുന്ന ആദ്യത്തെ കാറ്റഗറിയിലായിരുന്നു. 9:30 എന്ന് പറയുന്ന പലവട്ടം ഇവരുടെ റിലേറ്റീവ്സിന് ആൾക്കാരോട് പറയും, ഇയാൾ ടൈം പറഞ്ഞ ടൈമായിരിക്കും, സോ ബി കെയർഫുൾ. ചില എനിക്ക് ചെറിയ അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. കാരണം നമ്മൾ ഈ പോസ്റ്റ് നിർത്താന്ന് പറയുന്ന സാധനം അതൊരു അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹൗസ് ബോട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് നമ്മുടെ അതിനകത്തുള്ള ഫെസിലിറ്റീസ്? ഇപ്പോൾ നമ്മൾ ട്രാവൽസിലാണെങ്കിലും നമ്മളെ വണ്ടികൾക്കാണെങ്കിലും എന്തൊക്കെയാണ് നമ്മളെ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഞങ്ങൾക്കിപ്പോൾ ഹൗസ് ബോട്ട് 3 ഹൗസ് ബോട്ട്സ് ഉണ്ട്. ഒരു പ്രീമിയം കാറ്റഗറി ആൻഡ് 2 ലക്ഷറി കാറ്റഗറി. അതിൽ പ്രീമിയം കാറ്റഗറിയിൽ വരുന്നതിൽ AC റൂമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരു പഴയ വളവര സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. പണ്ടത്തെ നമ്മുടെ കോവ് വള്ളങ്ങൾ അല്ലെങ്കിൽ പഴയ ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരുന്ന വള്ളങ്ങൾ നമ്മൾ അതിൻ്റെ ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് ചെയ്തിരുന്ന അതിൻ്റെ സ്ട്രക്ചറിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഇഷ്ടപ്പെടുന്ന ഞാൻ പറയുന്ന എൻ്റെ 2 bedroom പ്രീമിയം ഹൗസ് ബോട്ട് ആസ് 95 അടി നീളമുള്ള ഒരു വള്ളമാണ്. മരത്തിൻ്റെ വള്ളമാണ്, അല്ല പഴയത്. അതിൻ്റെ ഫ്രണ്ടിലെ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റാണ്. സോ ഇപ്പോഴും ഫോറിനേഴ്സ് വന്നാൽ കൂടുതലും ഈ പഴയ വള്ളമാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. സോ അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പുതിയ വള്ളങ്ങൾ വന്നു. ചില NRIസിന് കൂടുതലും AC വേണ്ടുന്ന ഇത് വന്നു. മലയാളികൾക്ക് മാറ്റങ്ങൾ വന്നു. മലയാളിയും AC വേണ്ടി വരുന്നു. ഏപ്രിൽ മെയ് നമ്മുടെ ചൂട് കൊണ്ടിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അതെ. കായലിലേക്ക് വരുമ്പോൾ ഭയങ്കര ചൂടായി. അപ്പോൾ നമ്മൾ ആ ഓട്ടത്തിനനുസരിച്ച് നമ്മൾ മാറി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാമത്തെ ഒരു ബോട്ടിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അത് ലക്ഷറി ലെവലിലേക്ക് പോയിക്കോട്ടെ എന്നുള്ള ചിന്തയിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നു. അത് ലാസ്റ്റ് സ്റ്റെപ്പാണ് വെച്ചാൽ ലക്ഷറി 3 കാറ്റഗറിയാണ്. അതിൻ്റെ അത് 5 bedrooms. അതെ. എത്രയാണ് സാധാരണ അവിടുത്തെ നോർമൽ അല്ല, സോറി,
എത്ര ബെഡ്റൂംസ് വരെയുള്ള ബോട്ടുകളുണ്ട്? ഇപ്പോൾ നിലവിൽ അവിടെ ഒരു 12 ബെഡ്റൂം വരെയുള്ള ഹൗസ് ബോട്ട്സ് നിലവിലുണ്ട്. അത് പല രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് എക്സ്ക്ലൂസീവ്ലി കൊടുക്കാം, അല്ലെങ്കിൽ അത് ഷെയറിങ് ബേസിസിൽ കൊടുക്കാം. നമ്മൾ ഹോട്ടൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ കൊടുക്കാം. ഇപ്പം അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഫുഡൊക്കെ ഇപ്പം നമ്മൾ 2 പാക്കേജസ് ആണുള്ളത്. ഒന്ന് നമുക്കൊരു ഡേ ക്രൂയിസ് എന്ന് പറയും. ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 12 to 5 o'clock. 5 മണിക്കൂറാണ് അതിൻ്റെ ക്രൂയിസ് വരുന്നത്. ആ 5 മണിക്കൂറിൻ്റെ ക്രൂയിസിനകത്ത് ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവും. അതുകൂടാതെ ഒരു 2 നോൺ വെജിറ്റേറിയൻ ലഞ്ച് പ്രൊവൈഡ് ചെയ്യും, അലോങ് വിത്ത് സ്വീറ്റ് ഡിഷസ്. ദെൻ വൈകുന്നേരം ഒരു ടീ ആൻഡ് സ്നാക്സ്, നമ്മുടെ പഴംപൊരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബേസിക് സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും നാടൻ ഭക്ഷണം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 5 മണിക്ക് ഇറങ്ങാം. നാടൻ ഭക്ഷണം തന്നെയാണ്. അത് അവിടെ തന്നെ ഉണ്ടാക്കുന്ന, അവിടെ തന്നെ നമുക്കൊരു ഷെഫ് ഉണ്ടാവും. ഈ ഹൗസ് ബോട്ടിൽ ഒരു 3 ഡിപ്പെൻസ് അപ്പോൺ അതിൻ്റെ സൈസ് അനുസരിച്ച്. ഇപ്പോൾ ചെറിയ ബോട്ടാണെങ്കിൽ 3 പേര് മിനിമം ഉണ്ടാവും. വലിയ ബോട്ടാണെങ്കിൽ 4 bedroom. Yeah, of course. We have a kitchen over there. We have all standard procedures, maintaining all the standard procedures. അതെല്ലാം അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഫ്രഷ്ലി കുക്ക്ഡ് ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൗസ് ബോട്ട്സിൻ്റെ അകത്ത് ഫുഡിൻ്റെ കാര്യത്തിൽ യാതൊരു ഇതുണ്ടായിട്ടില്ല. പലർക്കും മിക്കവർക്കും ഉണ്ടാകുന്നത് ഈ സ്റ്റാഫ് ഈ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലാണ് വരുന്നത്. അല്ല, നമ്മൾ കൊടുക്കുന്ന ഫുഡ് ആ ടേസ്റ്റ് അനുസരിച്ചും പിന്നെ നല്ല അവരുടെ ഒരു നമ്മളുടെ എന്താ പറയുക ട്രീറ്റ്മെന്റും ആണല്ലോ മെയിനായിട്ട്. ഓഫ് കോഴ്സ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർവീസിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പോൾ ഇപ്പോൾ 5 bedroom ഇറക്കി കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ ബോട്ട്, ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നിലവിൽ ഇപ്പോൾ നമ്മുടെ ബാക്ക് വാട്ടേഴ്സിലുള്ള ബോട്ടുകളിൽ ഒന്ന് വണ്ണമെങ്തം എന്ന് പറയാൻ പറ്റുന്ന ഒരു നല്ല ബോട്ടാണ്. അതെ. അപ്പോൾ ഞാൻ കണ്ട ബോട്ടുകളിൽ ഇപ്പം ഈ ബോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5 റൂംസിനും 5 തീമാണ്. അതെ. അങ്ങനെ അല്ല. അതാണ് ഞാൻ ആദ്യം കൊടുത്തത്. എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഒരു ബോട്ട് 5 bedroom ലക്ഷറി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഈ ഒരു പ്രൊജക്റ്റ് വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു സംഭവമായിരുന്നു. അങ്ങനെ ആ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോയി. കാരണം ഞാൻ ഇതുവരെ ബാക്ക് വാട്ടേഴ്സിൽ അങ്ങനെ ഒരു ബോട്ട് കണ്ടിട്ടില്ല. ആ ലക്ഷറി ബോട്ട് ഞങ്ങളുടെ ഈ പ്രൊജക്റ്റ് വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് കാണാത്ത രീതിയിലുള്ള, എക്സ്പീരിയൻസ് ചെയ്യാത്ത, ബാക്ക് വാട്ടേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലൊരു ബോട്ട് വേണമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ആലോചിച്ചിട്ട് ഒരു 5 റൂംസിനും 5 ഡിഫറെൻറ്റ് തീംസ് കൊടുത്തു. അതിൽ ആദ്യത്തെ തീം ഒരു ചെട്ടിനാട് തീമായിരുന്നു. അതിനൊരു 100% ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഐ ക്യാൻ അറ്റ്ലീസ്റ്റ് ഒരു അതെ. അല്ല, ഞാൻ ചെട്ടിനാട് തീം എന്ന് പറയുമ്പോൾ ചെട്ടിനാടിന് വേറെ കുറേ മരപ്പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ചില. പക്ഷെ അത്രയ്ക്ക് ഹെവി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ബോട്ട് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഓഫീസിലേക്ക് കയറി വന്നപ്പോൾ തന്നെ കണ്ടിരുന്നു. അല്ലെങ്കിൽ ഞാൻ ചോദിക്കായിരുന്നു, വൈഫിനോട് ചോദിച്ചു, കണ്ടത് ഇതെന്താണ് സംഗതി, ഇവിടെ സൈക്കിളിന്റെ അതുകൂടാതെ നമ്മള് മറ്റേ കുറെ എന്താ പറയാ പഴയ ഓൾഡ് വണ്ടികൾ. അതെ. ബ്രദറിന്റെ ഒരു പാഷനാണ്. അതെ. ഇപ്പം ഞാൻ വേറൊരു കാര്യം ചോദിക്കാന്നുണ്ടെങ്കിൽ, ടൂറിസം ജനങ്ങളുടെ ഒത്തിരി മേഖലയിൽ പല ടൂറിസം ഉണ്ടല്ലോ. ഇപ്പോൾ റിസോർട്ടുണ്ട്, ഇതുപോലെ തന്നെ നമ്മുടെ ഹോട്ടൽസുകളുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ കെട്ടുവള്ളം അല്ലേ, കെട്ടുവള്ളം എന്നല്ലേ പറയണം. അപ്പോൾ അതിന് തമ്മിലുള്ള എന്താണ് ഈ വിപിൻ്റെ ഒരു വ്യത്യാസങ്ങൾ? അല്ല, കസ്റ്റമേഴ്സിന് കൂടുതലും ഒരു ഹൗസ് ബോട്ട് യാത്ര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബാക്ക് വാട്ടേഴ്സിനെ തൊട്ടറിയുന്ന രീതിയിലേക്കാണ് ഒരു ഹൗസ് ബോട്ടിനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് യു സ്റ്റേ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ ബാക്ക് വാട്ടേഴ്സ് എന്ന് പറയുന്ന കുമരകം, ആലപ്പുഴ പോലുള്ള റിസോർട്ടുകളിൽ നിങ്ങൾ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഓക്കെ ഫൈൻ, ഒരു വൈകുന്നേരങ്ങളിൽ ഒരു സൺസെറ്റ് കാണാൻ പറ്റും, സൺറൈസ് കാണാൻ പറ്റും. അത്രേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ, നാച്ചുറൽ. അതെ. പക്ഷേ ഒരു ഹൗസ് ബോട്ട് യാത്ര എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുട്ടനാടിൻ്റെയും കുമരകത്തിൻ്റെയും പല ഭാഗങ്ങളിലൂടെയുള്ള യാത്ര, ഡേ ടു ഡേ ലൈഫ് ഓഫ് ദ പീപ്പിൾ, ദെൻ ഫുഡ്, ഇങ്ങനെയുള്ള പല എലമെന്റ്സും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു അകത്തുള്ള പ്ലാറ്റ്ഫോമിലുള്ള സംഭവങ്ങൾ മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ബേർഡ് ലൈഫ്. അതുകൂടാതെ വൈകുന്നേരങ്ങളിലുള്ള ഒരു യാത്ര, ബോട്ട് യാത്ര എന്ന് പറയുന്നത് വളരെ ആംബിയൻസ് ആണ്. അതുകൂടാതെ ട്രാൻക്വിലിറ്റി എന്ന് പറയുന്ന, ഇപ്പം അത് എത്രത്തോളം ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. ബാക്ക് വാട്ടേഴ്സിൽ ഇത്രയും ട്രാഫിക് ഉള്ളതുകൊണ്ട്
പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രാൻക്വിലിറ്റി ഉണ്ടായിരുന്നു ബാക്ക് വാട്ടേഴ്സിന്. ആ ട്രാൻക്വിലിറ്റി പല ഭാഗങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് നമ്മളുടെ ബോട്ടുകൾ ബാക്ക് ട്രാക്ക് ചെയ്യാതെ ശ്രമിക്കും. നമ്മൾ പോകുന്ന റൂട്ടിൽ തന്നെ തിരിച്ചു വരാതെ ശ്രമിക്കും. അപ്പോൾ രാത്രി ഞങ്ങൾ ആങ്കർ ചെയ്യുന്നത് ഏതെങ്കിലും ഇതുപോലെയുള്ള വളരെ ഈവൻ ലൈറ്റുകളൊക്കെ വളരെ കുറവുള്ള ഒരു ഏരിയയിലേക്ക് ആയിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്. ആ ഒരു ട്രാൻക്വിലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ, എന്താണ് നിങ്ങൾ ബാക്ക് വാട്ടേഴ്സിൽ നിങ്ങൾക്ക് വേണ്ടത്, അല്ലാതെ നിങ്ങൾ കുറേ അടിച്ചു പൊളിക്കുന്ന രീതിയിലേക്ക് ബാക്ക് വാട്ടേഴ്സിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അല്ല, നമ്മള് ഇപ്പൊ 5 ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു ഇതിനു വേണ്ടിയാണ് നമ്മൾ അതിനകത്ത് ഒരു എന്താ പറയാ. അതെ 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 അല്ലേ, ഈ ബാക്ക് വാട്ടേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഫീൽ ചെയ്തിട്ടുള്ളത്, ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാനൊരു 10-20 വർഷം മുമ്പ് തുടങ്ങി ബാക്ക് വാട്ടേഴ്സിൽ ട്രാവൽ ചെയ്യണത്. ഞാൻ ഈവൻ ബാക്ക് വാട്ടേഴ്സിൻ്റെ മിഡിലിൽ ആങ്കർ ചെയ്ത് ഉറങ്ങിയിട്ടുണ്ട്. ഐ മീൻ ഇതിൽ കെട്ടുവളത്തിൽ. ഇപ്പോൾ സേഫ്റ്റി മെഷേഴ്സ് ഉള്ളതുകൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നില്ല. കാരണം ഇപ്പോൾ എല്ലാ ബോട്ടുകളും ഭയങ്കര ലാർജ് ആയതുകൊണ്ട് അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു ബാക്ക് വാട്ടേഴ്സിന്. ഇപ്പം ആ ബാക്ക് വാട്ടേഴ്സിൻ്റെ ഫീല് ഈ വരുന്ന ആൾക്കാർ അത് എത്രത്തോളം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ബാക്ക് വാട്ടേഴ്സിനൊരു ഭംഗിയുണ്ട്, ഭയങ്കര ഒരു ട്രാൻക്വിലിറ്റിൻ്റെ ഭംഗി. നമ്മളെപ്പോഴും ലെയ്ഡ് ബാക്ക് ഫീലും ഉണ്ട് ബാക്ക് വാട്ടേഴ്സ്. നമ്മൾ പലതും മറക്കും ബാക്ക് വാട്ടേഴ്സ് ചെന്ന് കഴിഞ്ഞാൽ. ഞാൻ തന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഓഫീസിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ഇന്നടത്ത് ചെന്ന് ഇത്ര കാര്യങ്ങൾ ചെയ്യണം, അല്ലെ സ്റ്റാഫായിട്ട് ഇത്ര സംസാരിക്കണം, ഡിസ്കഷൻ ചെയ്യണം എന്നുള്ള കണ്ടീഷനിലൊക്കെ ചെല്ലും. കുറച്ച് നേരം ആ ബാക്ക് വാട്ടേഴ്സിൽ നിന്ന് കഴിയുമ്പോൾ വി ഫെൽ സംതിങ്, എന്താ പറയുന്ന ഒരു വേറൊരു മൂഡിലേക്ക് നമ്മൾ പോകും. അതെ, അത് മാത്രമല്ല നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഈ എയർപോർട്ടിൻ്റെ ഹാസൽസ്, പിക്കപ്പ് ഡ്രോപ്പ്, ഇതൊക്കെ മറക്കൂ. ഇതെല്ലാം മറക്കും. നിങ്ങൾ ഹോളിഡേക്കാണ് വന്നിരിക്കുന്നത്. യു വിൽ ബി പിക്ഡ് ആൻഡ് ഡ്രോപ്ഡ് ആൻഡ് ട്രാൻസ്ഫർ ഡെസ്റ്റിനേഷൻസ് ടു ഡെസ്റ്റിനേഷൻ ട്രാൻസ്ഫറുകളെല്ലാം അറേഞ്ച് ആയിരിക്കും. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞ ഐറ്റിനറി എന്ന് പറയുന്ന സാധനം പ്രോപ്പർ ആയിരിക്കണം. ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഐറ്റിനറിയാണ്. ഈ ഐറ്റിനറി, ഇത് ഞാൻ വീണ്ടും ഫാദറിലേക്ക് വരാം. ഈ ഐറ്റിനറി എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. വാട്ട് ഈസ് ഐറ്റിനറി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വായി വിളിച്ചിരിക്കുന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഐറ്റിനറി കാലക്രമേണ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ഓരോ വർഷങ്ങൾ കഴിയുന്നതോറും എക്സ്പീരിയൻസ് കൂടുന്നതോറും ഈ ഐറ്റിനറി സ്ട്രോങ് ആക്കാനാണ് ഞാൻ നോക്കുന്നത്. ഒരു ബാക്ക് ബോൺ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ദെൻ ദ ടൂർ വിൽ എങ്ങനെ പോയാലും സക്സസ് ആവും. ഈ ഐറ്റിനറി ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്താണ്? സത്യസന്ധത. അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പല പാച്ചസിൽ കൂടി കയറി ഇറങ്ങിയൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഇത്. അത് ഞാനൊരു സത്യസന്ധനാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി നമ്മൾ ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട് തെറ്റുകൾ. ആ തെറ്റുകൾ എപ്പോഴാണോ നമ്മൾ തിരുത്തുന്നത് അവിടെയാണ് നമുക്ക് ഒരു ബിസിനസ് കൊണ്ടുനടക്കാൻ പറ്റുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഒരു ചെറിയൊരു ഇത് പറയാം. ഞാൻ എൻ്റെ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ബന്ധം ഒന്ന് മുറിക്കേണ്ടി വന്നു. മുറിഞ്ഞു പോയി. ഇറ്റ് ടേക്സ് അബൌട്ട് 15 years, 15 വർഷം എടുത്തത് റീകൊളാബറേറ്റ് ചെയ്യാൻ. 15 വർഷം ഒറ്റ സെക്കൻഡ് കൊണ്ട് വന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇത് പറയുമ്പോൾ വിപിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ അറിയാം, ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അല്ല സംഭവങ്ങൾ ഇപ്പൊ മനസ്സിൽ അത് സംഭവിക്കാവും. കാരണം ഒരു വലിയ ജേണിയിൽ സംഭവിക്കും. അപ്പോൾ അതിൽ നിന്ന് പഠിച്ചൊരു പാഠം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ എം നോട്ട് എ മാർക്കറ്റിംഗ് പേഴ്സൺ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പാർട്ട്ണർ സുജിത്ത് പുള്ളിയാണ് അതിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. സോ ഹീ ഗോസ് എവറി ഇയർ ടു ഈച്ച് ആൻഡ് എവറി ഏജൻറ്റ്സ്. അവരുടെ ഇന്ന് ബിസിനസ് എടുക്കുന്നു, ഒരു റിലേഷൻ റാപ്പുകൾ ഇത് ചെയ്യുന്നു. പക്ഷേ ഈ എത്ര വർഷം പുറകെ നടന്നിട്ടാണ് ഒരു ബിസിനസ് കിട്ടുകയെന്ന് അറിയോ? ഇറ്റ്സ് നോട്ട് ഈസി ലൈക്ക് യു ക്യാൻ ഗോ ദർ ആൻഡ് ടേക്ക് ഇറ്റ് പിക്ക് ഇറ്റ് അപ്പ്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സോ ഇത് ആ ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒറ്റ വാക്കിൽ നിന്നോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നോ പറ്റുന്ന ഒരു ബന്ധം മുറിഞ്ഞത് തിരിച്ചു പിടിച്ചത് 15 വർഷങ്ങൾക്ക് ശേഷം. അതിൽ നിന്ന് വളരെ വലിയൊരു പാഠം പഠിച്ചത്. ഇനിയും അങ്ങോട്ട് പോകുന്നതോറും എല്ലാവരുമായിട്ടും ഇനി അത് നമ്മൾ ആവർത്തിക്കില്ല. അതെ അതെ അതെ. കാരണം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സർവീസ് ഓറിയന്റേഷൻ. ഇത് സർവീസ് ഓറിയന്റഡ് ബിസിനസ് ആണ്. സോ ഐ എം നോട്ട് മോർ ഇൻ ടു ദ മണി.
മണി വിൽ കം. ഈ പൈസ എന്ന് പറയുന്ന സാധനം ഒരു പരിധി വിട്ട് നമ്മൾ സ്നേഹിച്ചാലും പ്രശ്നമാണ്. നമുക്ക് ജീവിക്കാനുള്ളതൊക്കെ കിട്ടുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. ഇപ്പൊ ന്യൂജൻ കാലഘട്ടം അല്ലേ, ഡിജിറ്റലി അല്ലേ? പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് വരുന്ന വ്യക്തികൾ, ഇപ്പം ട്രാവൽസ് അല്ല, ഏത് ബിസിനസ് ആയിക്കോട്ടെ, അവർക്ക് കൊടുക്കാവുന്ന ഒരു നല്ലൊരു മെസ്സേജ് നമ്മുടെ ഡ്രീം മീഡിയ പ്രേക്ഷകർക്ക് കൊടുക്കാൻ. ന്യൂ ജനറേഷൻ കുട്ടികൾ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബേസിക് ആയിട്ടുള്ള ലേണിംഗ്. ഏത് ബിസിനസ്സിലേക്കാണ് അവർ വരുന്നത്, ആ ബിസിനസ്സിൻ്റെ ബേസിക് ലേണിംഗ് ആദ്യമേ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതിനൊരു ഒരു എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ 10 years എങ്കിലും നിങ്ങളൊരു ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആക്കി എടുക്കുക. പെട്ടെന്ന് ഒരു സുപ്രഭാതി വന്നിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല അറ്റ് എനി കോസ്റ്റ്. ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും, പക്ഷേ എൻ്റെ ഒരു അനുഭവമാണത്. 10 years എങ്കിലും നമ്മളൊരു ഇതിൽ ചെയ്യുക. ഇപ്പോൾ ഉള്ള ഇഷ്ടംപോലെ നമ്മുടെ കയ്യിൽ ഫെസിലിറ്റീസ് ഉണ്ട്. ആ ഫെസിലിറ്റീസ് നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ അത്രയ്ക്ക് താമസം വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. സോ നമ്മൾ ഏതാണോ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്, ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുക, പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാക്കുക. അതാണ് ഏറ്റവും വേണ്ടത്. എൻ്റെ പഴയ ഒരു കാലഘട്ടത്തിൽ ഒരു മാനേജർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഇത് വളം വിൽക്കാനായിട്ട് പോയപ്പോൾ ദെൻ ഞാൻ ഒന്ന് പതുക്കെ തപ്പി, എൻ്റെ വായിൽ ഇത് വന്നില്ല. ദെൻ ഈ ജസ്റ്റ് ഗിവൺ മീ ടു ആൻസർ ദാറ്റ് യു ആർ ഇൻ ടു ദ മാർക്കറ്റിംഗ് ആൻഡ് ദി പ്രൊഡക്റ്റ് നോളജ് ഹാസ് ടു ബി ഓൺ യുവർ ടങ് ടിപ്സ്. അവിടെ നിന്ന് അതും ഞാൻ പഠിച്ചു. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പറയുന്നത്, നിങ്ങൾ പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളോട് ഒരാൾ കാര്യങ്ങൾ നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയാണ് തിരഞ്ഞെടുത്തത്, ആ ഇൻഡസ്ട്രിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ വിപിനെ, ഒത്തിരി കാര്യങ്ങൾ, അതായത് വിപിൻ്റെ ഇൻസ്പിറേഷൻ, അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താ പറയുക, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ സാധിച്ചു. വളരെയധികം സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഫ്യൂച്ചർ പ്ലാൻ കുറച്ച് പ്രൊജക്ട്സുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ്. കുറച്ചൊരു റിട്രീറ്റ്സ് ആണ് ഞങ്ങളുടെ ഇപ്പോൾ പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗമാണ് ഈ ഹൗസ് ബോട്ട് ഞങ്ങൾ ബിൽഡ് ചെയ്തത്. അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ വെച്ചാൽ അതിൻ്റെ പേര് എംബറർ റിട്രീറ്റ്സ് ആൻഡ് ക്രൂയിസസ് എന്നാണ്. റിട്രീറ്റ്സ് ഉദ്ദേശിക്കുന്നത് ഒരു 10 റൂംസിൻ്റെ അകത്തുള്ള പ്രോപ്പർട്ടീസ്, ചെറിയ ബൊട്ടീക്കായിട്ടുള്ള റൂംസ്, അങ്ങനത്തെ പ്രോപ്പർട്ടീസ് വിത്ത് എ ഗുഡ് ഫീൽ. ആ ഫീല് കിട്ടുന്ന പ്രോപ്പർട്ടീസിലേക്ക് കൂടി അല്ലല്ല ക്രൂയിസസ് ഇറ്റ്സ് ഓക്കെ. ക്രൂയിസസ് അല്ല, റിട്രീറ്റ്സ് പറഞ്ഞാൽ ഒരു റിസോർട്ടിൻ്റെ ഒരു ചെറിയ ഭാഗം. ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു ഇത് പറയുകയാണെങ്കിൽ, ഒരു കുമരകത്തിൻ്റെ നമ്മുടെ അരുന്ധതി റോയുടെ സ്ഥലം അയമനം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അയമനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളപ്പെട്ട ഒരു സ്ഥലമാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. സോ ആ ഭാഗത്ത് ഒരു ചെറിയൊരു 6 or 7 ബെഡ്റൂമുള്ള ഒരു റിസോർട്ട് റിട്രീറ്റ് എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഇനി അടുത്ത ഒരു പ്രൊജക്ട്, ഫ്യൂച്ചർ പ്രൊജക്ട്. അതിനുള്ള മണിപ്പൂരിലാണ്. അതെ. ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇത് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് കയറാൻ. അതെ. എല്ലാത്തിനും സമയമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ വളരെയധികം സന്തോഷം. താങ്ക് യു വെരി മച്ച്. നൈസ് മീറ്റിംഗ് യു. വീണ്ടും ഒത്തിരി ബിസിനസ് ഉണ്ടാകട്ടെ എന്ന്. താങ്ക് യു. കൂടുതൽ ബ്രാഞ്ചുകൾ, താങ്ക് യു വെരി മച്ച്. കൂടുതൽ ബോട്ടുകളും സ്പെഷ്യൽ അല്ല, പുതിയ കൺസെപ്റ്റില് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ. താങ്ക് യു വെരി മച്ച്. നൈസ് മീറ്റിംഗ് യു.